ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പ്രഭാതത്തിലേക്ക് അവർക്കും സ്വാഗതം. അപ്പോസ്തല പ്രവൃത്തികൾ 27-ാം അധ്യായം, അതിൻ്റെ 42-43 വാക്യങ്ങൾ. തടവുകാരിൽ ആരും നീന്തി ഓടിപ്പോകാതിരിപ്പാൻ അവരെ കൊല്ലേണം എന്ന് പടയാളികൾ ആലോചിച്ചു. ശതാധിപനോ പൗലോസിനെ രക്ഷിപ്പാൻ നിശ്ചയിച്ചിട്ട് അവരുടെ താല്പര്യം തടുത്തു. അതായത് ഒരു ശതാധിപൻ 100 പടയാളികളുണ്ട്. ആ പടയാളികളെല്ലാം പറയുകയാണ് തടവുകാരും രക്ഷപ്പെടാതിരിക്കാനായിട്ട് അവരെ വെടിവെച്ച് കൊല്ലണം. അപ്പോൾ ശതാധിപൻ, അതിൻ്റെ ക്യാപ്റ്റൻ, ആ പടയാളികളുടെ ക്യാപ്റ്റൻ പറയുകയാണ് ശൗലിനെ രക്ഷിക്കണം, അതായത് പൗലോസിനെ രക്ഷിക്കാനായിട്ട്, അല്ലെങ്കിൽ അവനോട് താല്പര്യം കൊണ്ട് മറച്ചു വെച്ചുകൊണ്ട് പറയാൻ ആരെയും കൊല്ലണ്ടെന്ന് പറയുകയാണ്. ആ സത്യത്തിൽ ശതാധിപനും എല്ലാവരെയും ഈ തടവുകാരും ഓടിപ്പോകാതിരിക്കാനായിട്ട് അവരെ കൊന്നുകളയണമെന്നാണ് ആഗ്രഹം. പക്ഷേ ഒരാളെ പ്രതി, അപ്പോൾ വെടിവെക്കുകയാണെങ്കിൽ പക്ഷപാതം കാണിക്കാൻ പറ്റത്തില്ലല്ലോ. ഒരാളെ രക്ഷിക്കണം, അത് പൗലോസിനെ രക്ഷിക്കണം. അതുകൊണ്ട് അത് അവരുടെ ആ താല്പര്യത്തെ തടുത്തു ശതാധിപൻ. അതായത് പൗലോസ്ലിഹായെ വിചാരണ തടവുകാരനായിട്ട് റോമിലേക്ക് കൊണ്ടുപോവുകയാണ്. അതായത് പൗലോസിൻ്റെ മേൽ ആരോപിച്ചിരിക്കുന്ന കുറ്റം മരണകരമായ കുറ്റമാണ്. 3 കുറ്റമാണ് ആരോപിച്ചിരിക്കുന്നത്. 1, പൗലോസ് ദൈവത്തിനെതിരെ ദൈവദൂഷണം പറഞ്ഞു. 2, രാജാവിനെതിരെ പ്രവർത്തിച്ചു. രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചു. 3 മരണകരമായ കുറ്റമാണ്. അപ്പോൾ വിചാരണ തടവുകാരനായിട്ട് റോമിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പം ആ കപ്പലിൽ കൈസറിയിൽ നിന്നാണ് കയറുന്നത്. ആ കപ്പലിൽ 276 പേരുണ്ടെന്നാണ് പറയുന്നത്. അതായത് ശതാധിപൻ പോകണമെങ്കിൽ 100 പട്ടാളക്കാരുണ്ടായിരിക്കണം. 100 പട്ടാളക്കാർ മാത്രമല്ല, അവർക്ക് വേണ്ട മെസ്സ്, ആഹാര ക്രമീകരണങ്ങൾ ചെയ്യാനുള്ള മറ്റാൾക്കാരും കാണും. ആ പട്ടാളക്കാരുടെ കൂടെ അവരുടെ അസിസ്റ്റ് ചെയ്യാനുള്ള ആൾക്കാരുണ്ട്, അഡ്മിനിസ്ട്രേഷനുള്ള ആൾക്കാർ കാണും. അത് കഴിഞ്ഞ് ഈ 100 പട്ടാളക്കാരും അതിൻ്റെ ശതാധിപനും പോകണമെങ്കിൽ അതുപോലെ തടവുകാർ കാണും. ഈ പൗലോസിൻ്റെ സഹ തടവുകാരുണ്ട്. അത് കഴിഞ്ഞ് കപ്പലിൻ്റെ ക്രൂസുണ്ട്. എല്ലാവരും കൂടെ 276 പേരുണ്ട്. ഇപ്പോൾ കൈസറിയിൽ നിന്നും റോമിലേക്ക് നേരിട്ട് കപ്പലില്ല, കയറി ഇറങ്ങി പോകണം. പല ജെട്ടിയിൽ, പല ബോട്ട് ജെട്ടിയിലൊക്കെ ഇറങ്ങി തുറമുഖത്ത് ഇറങ്ങി കയറി പോകണം. അപ്പം അങ്ങനെ കൈസറിയിൽ നിന്ന് യാത്ര തിരിച്ച് അവർ കുറേ നാളുകൾക്ക് ശേഷം ശുഭ തുറമുഖം, ലസിയ പട്ടണത്തിൻ്റെ അടുത്തുള്ള ശുഭസു തുറമുഖത്തെത്തി. അവിടുന്ന് രണ്ടാമത് അവർ യാത്ര ചെയ്യാൻ പോകുമ്പോൾ അന്നേരം ആ കാറ്റും കോളുമാണ്, എല്ലാം ഉണ്ട്. അപ്പം എന്തുകൊണ്ടാണ് ഈ ശതാധിപന് പൗലോസിനോട് താല്പര്യം തോന്നുന്നത് എന്നാണ് ഞാൻ പറയാൻ വരുന്നത്. അതായത് ശുഭ തുറമുഖം അങ്ങ് കയറാൻ തുടങ്ങുമ്പോൾ, കപ്പൽ വിടാൻ തുടങ്ങുമ്പോൾ പൗലോസ് ഒരു തടവുകാരനാണെന്ന് ആലോചിച്ചോണം. പൗലോസ് പറയുകയാണ് ഇവിടെ നിന്ന് നമ്മളിപ്പോൾ പോയാൽ നമ്മുടെ ഈ കപ്പലിന് മാത്രമല്ല, ചരക്കുകൾക്ക് മാത്രമല്ല, നമ്മുടെ പ്രാണനും കൂടെ ചിലപ്പോൾ പ്രയാസം വരും. പൗലോസ് അധികം സംസാരിക്കാറില്ല. അതിൻ്റെ മുൻപിലത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് പൗലോസിനോട് പ്രത്യേകം ഒരു താല്പര്യം ശതാധിപനുണ്ടായിരുന്നു. എന്തായിരിക്കാം ആ താല്പര്യം എന്ന് അവിടെ പറയുമ്പോൾ അവിടെ പറയുന്നുണ്ട്, നോമ്പ് കഴിഞ്ഞ ശുഭതമോദം രണ്ടാമത് വരുമ്പം നോമ്പ് കഴിഞ്ഞ സമയമെന്നാണ് അവിടെ പറയുന്നത്. ആ നോയമ്പെന്ന് പറയുമ്പം ഈ കൈസറിയിൽ നിന്ന്, വേദപണ്ഡിതന്മാരുടെ ആ കണക്കനുസരിച്ച് ഈ കൈസറിയിൽ നിന്ന് കയറുമ്പോൾ ഒരു നോയമ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് AD 59 ഒക്ടോബർ 5-ാം തീയതിയാണ് കൈസറിയിൽ നിന്നും അവർ യാത്ര തിരിക്കുന്നത്. ആ സമയത്ത് യഹൂദന്മാരുടെ പാപ പരിഹാര പെരുന്നാൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ നോയമ്പ് നോക്കുന്ന സമയമാണ് പൗലോസ്. എപ്പോഴും മറ്റ് തടവുകാരെ പോലെ ഒന്നും ആദ്യം സംസാരിക്കാതെ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നു. അതൊക്കെ കണ്ടപ്പോൾ ശതാധിപൻ, ജൂലിയോസ് എന്നാണ് ശതാധിപൻ്റെ പേര്, ഒരു താല്പര്യം തോന്നി. അപ്പോൾ ആ ശതാധിപൻ നോക്കുമ്പോൾ മുഖം നല്ല പ്രസന്നമായിരിക്കുന്നു. മറ്റ് തടവുകാരൊക്കെ എപ്പോഴും മൂകരായിട്ടൊക്കെ ഇരിക്കുമ്പോൾ ഈ പൗലോസ് മാത്രം നോമ്പാൽ ശോഭിതനായി മോശ, അല്ലെങ്കിൽ ഏലിയാവ് വാനയെ ഏറി എന്നൊക്കെ പറയുന്ന പോലെ ഈ നോയമ്പ് കൊണ്ട്, ഉപവാസം കൊണ്ട് ഈ നല്ലപോലെ ആഹാരമൊന്നും കഴിക്കുന്നില്ലെങ്കിൽ തന്നെ പൗലോസിൻ്റെ മുഖം നല്ലപോലെ ശോഭിച്ചിരിക്കുക. ദൈവ ശോഭ, ആ മുഖശോഭ ഉണ്ട് പൗലോസ്. അപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കും എപ്പോഴും പ്രാർത്ഥന ഇട്ടിരിക്കുന്നത്. അതിൽ സംസാരിക്കുന്നില്ല, മറ്റാൾക്കാരോട് അക്രമാസക്തരാകുന്നില്ല. അങ്ങനെ ഇരിക്കുന്നതുകൊണ്ടായിരിക്കാം പൗലോസിനോട് താല്പര്യം തോന്നിയിട്ട് അവിടെ പറയുകയാണ് പൗലോസിനെ
ഒരുപക്ഷെ കയ്യാമൊക്കെ വിട്ടിട്ട് യഥേഷ്ടം കപ്പലിൽ സഞ്ചരിക്കാനുള്ള ആ ഒരു സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട് പൗലോസിന്. പൗലോസിൻ്റെ കൂടെ ലൂക്കോസ് ഉണ്ട്, അരിസ്ത്രോസ് ഉണ്ട്. ഇവർ രണ്ടുപേരും പൗലോസിനെ അസിസ്റ്റ് ചെയ്യാനുമുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് പൗലോസ് പറയുന്ന പോലെ ഒക്കെ ഇവിടെ സംഭവിക്കുന്നുണ്ട്. പൗലോസ് അവിടെ പറയുന്നു, ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് കപ്പൽ സ്റ്റാർട്ട് ചെയ്യേണ്ടെന്ന് പറയുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. ശുഭസ്വറമുഖത്ത് നിന്ന് എടുക്കുമ്പോൾ ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റ് അടിക്കുകയാണ്. ആ ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റ് അടിച്ച് കപ്പൽ തകരുന്ന അവസ്ഥയിലാകുമ്പോൾ അപ്പോഴും പൗലോസ് അവരെ ആശ്വസിപ്പിക്കുന്നുണ്ട്. കുഴപ്പമില്ല, നമ്മുടെ പ്രാണന് ഒന്നും സംഭവിക്കത്തില്ല എന്ന് പറയുന്നുണ്ട് അവിടെ. കാരണം അവർ വന്നിട്ട് പൗലോസിനെ ഇനി ആ സന്ദർഭത്തിലും ആ കപ്പലിലും ആടിവിലെന്ന കപ്പലിലും ദൈവദൂതൻ പ്രത്യക്ഷനായെന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ പ്രിയമുള്ളവരെ, പൗലോസ് പറയുന്ന പോലെ ഒക്കെ അവിടെ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ശതാധിപന് ഈ പൗലോസിനോട് താല്പര്യം തോന്നുന്നതും പൗലോസിനെ രക്ഷിക്കാനായിട്ട് അവൻ ദൈവദൂതനാണ് എന്നുള്ളൊരു ബോധ്യം, ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണെന്നുള്ളൊരു ബോധ്യം ശതാധിപന് ജനിക്കുക. യൂലിയോസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അതുകൊണ്ട് ആണ് ആ ഒരു പൗലോസ് കാരണം. അപ്പോൾ അവിടെ കപ്പൽ ഛേദപ്പെട്ട് ഈ തടവുകാരെല്ലാം ഓടിപ്പോയാൽ പിന്നെയും അവർ കുറ്റകൃത്യം ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അവരെ കൊല്ലണമെന്നാണ് പട്ടാളക്കാർ പറയുന്നത്. പക്ഷെങ്കിൽ കൊല്ലണമെങ്കിൽ എല്ലാവരെയും കൊല്ലണം. അപ്പോൾ പൗലോസിനെയും കൊല്ലണം. അപ്പോൾ അതുകൊണ്ടാണ് ആ പൗലോസിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പൗലോസിൻ്റെ ഒറ്റ കാരണം കൊണ്ട് ഒറ്റ ഒരാളാൽ മറ്റ് തടവുകാർ മൊത്തം രക്ഷിക്കപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബത്തിലായാലും നമ്മുടെ ഇടവകയിലായാലും നമ്മുടെ സമൂഹത്തിലായാലും പ്രാർത്ഥിക്കുന്ന കുറേ പേർ ഉള്ളതുകൊണ്ട് ആ കുടുംബം, ആ ഇടവക ഒക്കെ രക്ഷപ്പെടും. അബ്രഹാമിൻ്റെയും ലോത്തിൻ്റെയും പ്രാർത്ഥന സോദോം ഗൊമോറ രക്ഷപ്പെട്ടതുപോലെ, മോശയുടെ പല പ്രാവശ്യം മധ്യസ്ഥയാൽ മിസ്രയീമ്യൻ രക്ഷപ്പെട്ടതുപോലെ, കർത്താവിൻ്റെ ആ മാമോദീസായാൽ കുരിശുമരണത്താൽ ലോകം മൊത്തം രക്ഷപ്പെട്ടതുപോലെ നമ്മളും ഒരു കുടുംബത്തിൻ്റെ നമ്മളെ അല്ലാവുന്നത് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നമ്മൾ രക്ഷിക്കുന്ന ഒരു കുടുംബത്തെയാണ്. നമ്മുടെ ഒരു പ്രാർത്ഥന കൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കണം. ഒരുപക്ഷെ എല്ലാവരും പ്രാർത്ഥിച്ചില്ലെങ്കിൽ തന്നെ ഒരാൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാൽ, ഒരു കുടുംബത്തിൽ നിന്ന്, ഒരു വീട്ടിൽ നിന്ന്, ഒരു ഭവനത്തിൽ നിന്ന് ഒരാളെങ്കിലും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാൽ ദൈവം അവിടെ പ്രവർത്തിക്കുമെന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് ഈ പൗലോസിൻ്റെ കാര്യത്തിൽ. പടയാളികൾ പറയുകയാണ്, എല്ലാ തടവുകാരെയും കൊല്ലാൻ പറയുമ്പോൾ ആ ഒരാൾ കാരണം, പൗലോസിൻ്റെ ആ ദൈവത്തിലുള്ള സമർപ്പിതമായ ആ ജീവിതം കാരണം, അത് കണ്ടിട്ട് ആ ശതാധിപന് അവനോട് പ്രിയം തോന്നുന്നു. അവനും ഭക്തി തോന്നിയിട്ട് പൗലോസ് പറയുന്ന പോലെ അധികം സംസാരിക്കുന്നില്ല. ദൈവം പറയുമ്പോൾ ആ സംസാരിക്കുന്നവനെ കണ്ടിട്ട് നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും നമ്മുടെ ദേവാലയങ്ങളിലൊക്കെ നമ്മൾ പ്രാർത്ഥനയുള്ളവരായിട്ട് ഒരു കുടുംബത്തെ രക്ഷിക്കാനായിട്ട്, ഒരു ഇടവകയെ രക്ഷിക്കാനായിട്ട്, ഒരു സമൂഹത്തെ രക്ഷിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. നമ്മൾ ദൈവത്തോട് ചേർന്നിരുന്ന് നോമ്പുവാസ പ്രാർത്ഥനയോടെ ദൈവാശ്രയത്തിൽ ആരാധനയിൽ പങ്കുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് മറ്റുള്ളവർക്ക് മാതൃകയാകാം. മറ്റുള്ളവരിൽ നമ്മൾ പ്രീതിപ്പെട്ടുകൊണ്ട് നമ്മുടെ കുടുംബം മൊത്തം ദൈവം നമ്മളിൽ പ്രീതിപ്പെടുവാൻ തക്കവണ്ണം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.